ഗുരുവായൂരിൽ ഫ്രിഡ്ജ് പൊട്ടിത്തെറിച്ച 2 വയോധികർക്ക് പരിക്ക്. അംബിക, കുട്ടപ്പൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. വ്യാഴാഴ്ചയോടെയായിരുന്നു അപകടം. അനീഷ് ആന്റണിയുണ്ട് വിവരങ്ങളുമായി. അനീഷ്, വ്യാഴാഴ്ചയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത്. എന്താണ് ഇങ്ങനെ ഒരു അപകടത്തിലേക്ക് നയിക്കാനിടയാക്കിയ സാഹചര്യങ്ങൾ? വിവരങ്ങൾ എങ്ങനെയാണ്? ഇന്ന് പുലർച്ചെ 12 മണിയോടെയായിരുന്നു ഇങ്ങനെ ഈ ഫ്രിഡ്ജ് പൊട്ടിത്തെറിക്കുന്നത്. ഗുരുവായൂരിലാണ് ഈ സംഭവം നടക്കുന്നത്. ഈ വീട്ടിൽ 67 വയസ്സുള്ള അംബിക, അതുപോലെ 76 വയസ്സുള്ള കുട്ടപ്പൻ, ഇവരും ദമ്പതികളാണ്. ഇരുവരും കിടപ്പ് രോഗികളും കൂടിയാണ്. ഈ സമയത്ത് പൊടുന്നനെ 12 മണിയോടെ ഫ്രിഡ്ജ് പൊട്ടിത്തെറിക്കുകയായിരുന്നു. പൊട്ടിത്തെറിച്ചതോടെ ആകെ പുകപടലമായി. ശ്വാസം ശ്വസിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് ഇരുവർക്കും അനുഭവപ്പെട്ടു. ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടു. മാത്രമല്ല, ഈ പൊട്ടിത്തെറിയിൽ ജനൽ ചില്ലുകളും ഒക്കെ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഫ്രിഡ്ജിനും തീപിടിച്ചു. ഫയർഫോഴ്സ് എത്തി. ഗുരുവായൂരിൽ നിന്നുള്ള ഫയർഫോഴ്സ് എത്തിയാണ് തീ അണച്ചത്. പിന്നീട് ആംബുലൻസ് എത്തി. ഇരുവരെയും ആദ്യം ചാവക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായി ഇരുവരെയും ഇപ്പോൾ തൃശ്ശൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. കാര്യമായ പരിക്കുകൾ ഇരുവർക്കും ഇല്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. പൊള്ളലോ മറ്റു പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഇല്ല. പക്ഷേ ഈ പുകപടലം ഉണ്ടായതോടുകൂടിയുള്ള ശാരീരിക ബുദ്ധിമുട്ടുകളും അവശതകളുമാണ് ഉണ്ടായത്. ഇരുവരും ഞാൻ നേരത്തെ പറഞ്ഞു കിടപ്പ് രോഗികളാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇവർക്ക് ഈ പുകപടലം ശ്വസിച്ചതോടുകൂടി ദേഹാസ്വാസ്ഥ്യം ഉണ്ടായി. അതോടെയാണ് ഇവരെ ആദ്യം ചാവക്കാട്ട ആശുപത്രിയിലേക്ക് മാറ്റിയത്, പിന്നെ തൃശ്ശൂരിലെ ആശുപത്രിയിലേക്ക് മാറ്റി. എന്തായാലും മറ്റ് ഗുരുതരമായ പരിക്കുകളില്ല എന്നുള്ള ഒരു കാര്യമാണ് ആശ്വാസകരമായ കാര്യം. എന്നാലും വീടിന്റെ ജനൽപ്പാളികൾക്കൊക്കെ പൊട്ടലവും കേടുപാടുകളും ഉണ്ടായി. ചുമരിന് വിള്ളൽ സംഭവിച്ചു. ഫ്രിഡ്ജ് കത്തി. ഫയർഫോഴ്സ് എത്തി തീ അണച്ചു എന്നുള്ള ഒരു കാര്യം കൂടിയാണ് ഉണ്ടായിട്ടുള്ളത്. കാർത്തു. ശരി, വ്യക്തമാണ്. അനീഷ് ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത്. തൃശൂർ അന്നമനടയിൽ ലോഡ് ഷെഡിംഗ് കാരണം ലോകകപ്പ് മത്സരം കാണാൻ കഴിയാത്തതിൽ KCB ഓഫീസിൽ കയറി അതിക്രമം. KCB ജീവനക്കാരന് മർദ്ദനമേറ്റു. അനീഷ് ആന്റണിയുണ്ട് വിവരങ്ങളുമായി. അനീഷ്, നമുക്ക് അറിയാവുന്നതാണ്, കഴിഞ്ഞ ദിവസങ്ങളിലായി സംസ്ഥാനത്ത് ലോഡ് ഷെഡിംഗ് തുടരുന്ന സാഹചര്യമാണ്. അതിനിടയിലാണ് ലോകകപ്പ് മത്സരമൊക്കെ നടക്കുന്നത്. ഇപ്പോൾ ലോകകപ്പ് മത്സരത്തിനിടയിൽ ഇത്തരത്തിൽ പവർ കട്ട് ഉണ്ടായതാണോ ഇത്തരത്തിലൊരു അതിക്രമത്തിലേക്ക് അടക്കം നയിക്കാനിടയാക്കിയ സാഹചര്യം? തീർച്ചയായും കാർത്തു, ആവേശം, ലോകകപ്പ് ആവേശം പലപ്പോഴും അതിരുവിടുന്നു എന്ന് വേണം നമുക്ക് പറയാൻ. കാരണം വൈദ്യുതി പ്രതിസന്ധി സംസ്ഥാനത്തുണ്ടെന്ന് സംസ്ഥാന സർക്കാരും വൈദ്യുതി മന്ത്രിയും ഉൾപ്പെടെ പല ആവർത്തി പറഞ്ഞിരുന്നു. വൈദ്യുതി ഉപഭോഗം വളരെ കുറവാണ്, മഴ കുറവാണ്. അതിനാൽ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഉയർന്ന വിലയ്ക്ക് വൈദ്യുതി വാങ്ങേണ്ടി വരും എന്നുള്ളൊരു കാര്യമൊക്കെ മന്ത്രി തന്നെ പറഞ്ഞു. ഇതൊക്കെ എല്ലാവർക്കും വാർത്തകളിലൂടെയും പത്രങ്ങളിലൂടെയും ഒക്കെ അറിയാവുന്ന കാര്യവുമാണ്. നമുക്കറിയാം, ഇന്നലെ തന്നെ പല സ്ഥലങ്ങളിലും തൃശ്ശൂരിൽ ഉൾപ്പെടെ 2ഉം 3ഉം തവണയൊക്കെ കറണ്ട് പോയ സമയങ്ങളുണ്ട്. അരമണിക്കൂറും 15 മിനിറ്റും അതിൽ കൂടുതൽ സമയവും കറണ്ട് പോയിട്ടുണ്ട്. അങ്ങനെ ആ സമയത്താണ് ഇത്തരത്തിൽ അർജന്റീന ഇംഗ്ലണ്ട് സെമി ഫൈനൽ മത്സരം നടക്കുന്ന സമയത്ത് ഈ അന്നമനടയിലും കറണ്ട് പോയി. ഇതോടെയാണ് ആ പ്രദേശത്തുള്ളവർ ചേർന്ന് KCB ഓഫീസിലേക്ക് എത്തി ജീവനക്കാരോട് വാക്കേറ്റവും അതുപോലെ തന്നെ കയ്യേറ്റവും ഒക്കെ ഉണ്ടായത്. അതിന്റെ CCTV ദൃശ്യങ്ങളൊക്കെ ആ KCB ഓഫീസിലെ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. എന്തായാലും ഗുരുതരമായ പരിക്കുകളോ അല്ലെങ്കിൽ വലിയ അടിപിടിയിലേക്കൊന്നും പോയില്ലെങ്കിൽ കൂടി കയ്യേറ്റം ഉണ്ടായ ദൃശ്യങ്ങളിലൊക്കെ കാണാം. വാക്കേറ്റം ഉണ്ടായി, കയ്യേറ്റം ഉണ്ടായി. അതിനുശേഷം അവർ പിരിഞ്ഞു പോവുകയാണ് ഉണ്ടായത്. എന്തായാലും സംഭവത്തിൽ പോലീസിൽ പരാതി നൽകാനുള്ള ഒരുക്കത്തിലാണ് KCB ഉദ്യോഗസ്ഥർ. കാരണം തങ്ങൾ എന്ത് പഴച്ചു എന്നുള്ളൊരു കാര്യമാണ് KCB ജീവനക്കാർ ചോദിക്കുന്നത്. കറണ്ട് ഇല്ലെങ്കിൽ ഇല്ലാത്ത കറണ്ട് നമുക്ക് എങ്ങനെ ഉണ്ടാക്കി കൊടുക്കാനാകും എന്നുള്ളൊരു കാര്യമാണ് KCB ഉദ്യോഗസ്ഥരൊക്കെ പറയുന്നത്. സമാന രീതിയിൽ അല്ലെങ്കിൽ ഒരു പ്രതിഷേധത്തിലേക്കൊക്കെ തൃശ്ശൂർ എരുമപ്പെട്ടിയിലും ഇത്തരത്തിൽ ഈ കറണ്ട് കട്ടിനെതിരെ ഒരു പ്രതിഷേധമുണ്ടായി. എരുമപ്പെട്ടി KCB ഓഫീസിലേക്കും അവിടെ DYFI പ്രവർത്തകരാണ് എരുമപ്പെട്ടി KCB ഓഫീസിലെത്തി പ്രതിഷേധമാണ്. അവിടെ കയ്യേറ്റം അല്ലെങ്കിൽ അത്തരം സംഭവങ്ങൾ ഉണ്ടായില്ലെങ്കിലും അവർ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്ന ഒരു ഘട്ടം ഒക്കെ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഈ ലോകകപ്പ് ആവേശം അതിരുവിടുന്നു. ഇത് തൃശ്ശൂരിലെ ആദ്യത്തെ സംഭവമല്ല. മറ്റ് ജില്ലകളിലും സമാന രീതിയിൽ KCB ഓഫീസിലെത്തി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഈ കളിയുടെ സമയത്ത് കണ്ടുപോകുന്ന ഒരു പ്രശ്നം മൂലം. എന്തായാലും അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു ഉദാഹരണമാണ് തൃശ്ശൂർ അന്നമനടയിലെ KCB ഓഫീസിൽ ഇന്ന് പുലർച്ചെ ഉണ്ടായ അർജന്റീനയുടെ കളി നടക്കുന്ന സമയത്തുണ്ടായ ഇത്തരത്തിലൊരു കയ്യേറ്റ ശ്രമം. എന്തായാലും അതുമായി ബന്ധപ്പെട്ട് പോലീസിൽ പരാതി നൽകാനുള്ള തയ്യാറെടുപ്പിലാണ് KCB ഉദ്യോഗസ്ഥരുള്ള ദൃശ്യങ്ങൾ സഹിതം പരാതി നൽകുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. CCTV ദൃശ്യങ്ങളൊക്കെ പുറത്ത് വന്നിട്ടുണ്ട്. കാർത്തു. ശരി, അനീഷ് ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത്.
അർജന്റീനയുടെ വിജയാഘോഷം ഫുട്ബോൾ ആരാധകരിൽ മാത്രമല്ല മലയാള സിനിമാ താരങ്ങൾക്കിടയിലും ആവേശം പടർത്തുകയാണ്. നടൻ കുഞ്ചാക്കോ ബോബൻ മകനോടൊപ്പമുള്ള ചിത്രം സോഷ്യൽ മീഡിയയിൽ വൈറലായി.